തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിലെ വേങ്ങര പഞ്ചായത്തിൽ മുസ്ലിം ലീഗിനുള്ളിൽ രൂക്ഷമായ വിഭാഗീയതയും സംഘർഷവും അരങ്ങേറി. സീറ്റ് വിഭജനത്തെയും സ്ഥാനാർത്ഥി നിർണയത്തെയും ചൊല്ലിയുള്ള തർക്കം പരസ്യമായ കൂട്ടയടിയിൽ കലാശിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. പാർട്ടിയിലെ രണ്ട് ശക്തമായ ചേരികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് 20-ാം വാർഡായ കച്ചേരിപ്പടിയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ പഞ്ചായത്ത് യോഗം പിരിഞ്ഞു പോവുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ മലപ്പുറത്ത് പ്രാദേശിക ഘടകങ്ങളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലിയുള്ള കടുത്ത ഭിന്നത നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ് വേങ്ങരയിലെ ഈ സംഭവം. പഞ്ചായത്ത് തലത്തിൽ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിനിടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത്. കച്ചേരിപ്പടി വാർഡിൽ ആര് സ്ഥാനാർത്ഥിയാക്കണം എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകൾ തർക്കത്തിലേക്കും പിന്നീട് കയ്യാങ്കളിയിലേക്കും നീങ്ങുകയായിരുന്നു. തർക്കത്തിന് പ്രധാന കാരണം ഒരേ വാർഡിലേക്ക് രണ്ട് വിഭാഗക്കാർ ഉയർത്തിക്കാട്ടിയ രണ്ട് പ്രമുഖ വ്യക്തികളാണ്. ഒരു വിഭാഗം പ്രവർത്തകർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റായ പറമ്പിൽ ഖാദർ സ്ഥാനാർത്ഥിയാകണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടു. നിലവിലെ പഞ്ചായത്ത് ഘടകത്തിന്റെ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് അർഹതയുണ്ടെന്ന് ഒരു വിഭാഗം വാദിച്ചപ്പോൾ മുൻ വാർഡ് മെമ്പറായ CP ഖാദറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് മറ്റൊരു വിഭാഗം രംഗത്തെത്തി. CP ഖാദറിന്റെ മുൻ പരിചയവും ജനകീയ അടിത്തറയുമാണ് ഈ വിഭാഗം ഉയർത്തിക്കാട്ടിയത്. രണ്ട് പ്രമുഖ നേതാക്കൾക്ക് വേണ്ടി ഇരു വിഭാഗങ്ങളും വാശി പിടിച്ചതോടെ യോഗത്തിൽ സ്ഥിതിഗതികൾ വഷളാവുകയായിരുന്നു. വാദപ്രതിവാദങ്ങൾ അതിരുകടക്കുകയും വാക്കേറ്റം ശാരീരിക ആക്രമണത്തിലേക്ക് വഴിമാറുകയും ചെയ്തു. പ്രവർത്തകർ പരസ്പരം കൂട്ടിയടിയിലേക്ക് നീങ്ങിയതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുള്ള യോഗം നടത്താനാവാതെ പിരിഞ്ഞുപോയി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യം വഴിമാറി അധികാരത്തിന് വേണ്ടിയുള്ള കടുത്ത തർക്കമായി ഇത് മാറി. സംസ്ഥാനത്തെ പ്രധാന ഘടക കക്ഷികളിലൊന്നായ മുസ്ലിം ലീഗിന് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര കലഹം കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. പാർട്ടിയുടെ കോട്ടകളായി അറിയപ്പെടുന്ന മലപ്പുറം പോലുള്ള ജില്ലകളിൽ പോലും പ്രാദേശിക തലത്തിൽ സ്ഥാനാർത്ഥികളെ ചൊല്ലി ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാനും സാധ്യതയുണ്ട്. വിഭാഗീയത രൂക്ഷമായ ഇത്തരം വാർഡുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലും അത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരായ വിമത സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശത്തിന് വഴിയൊരുക്കിയേക്കാം. ഇത് എതിർപക്ഷമായ ഇടതുമുന്നണിക്ക് വേങ്ങര പോലുള്ള മുസ്ലിം ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും അപ്രതീക്ഷിത വിജയം നേടാൻ അവസരമൊരുങ്ങും. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം എത്രയും വേഗം വിഷയത്തിൽ ഇടപെട്ട് സമവായത്തിലൂടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ലെങ്കിൽ ഈ പ്രശ്നം വരും ദിവസങ്ങളിൽ കൂടുതൽ വാർഡുകളിലേക്ക് പടരാനും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പ്രകടനത്തെ കാര്യമായി ബാധിക്കാനും സാധ്യതയുണ്ട്. വേങ്ങരയിലെ സംഭവങ്ങൾ നടക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിലാണ്. സംസ്ഥാനത്ത് രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടം ഡിസംബർ 9-ന് നടക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. രണ്ടാം ഘട്ടം ഡിസംബർ 11-ന് നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുക. മലപ്പുറം ജില്ലയിലും വേങ്ങര പഞ്ചായത്തും ഉൾപ്പെടുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. രണ്ട് ഘട്ടങ്ങളിലെയും വോട്ടെണ്ണൽ ഡിസംബർ 13-ന് നടക്കും. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും പ്രചാരണ രംഗത്ത് സജീവമാകുന്നതിലും പാർട്ടികൾക്ക് വേഗത്തിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. എന്നാൽ വേങ്ങരയിലെ പോലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ മുസ്ലിം ലീഗിന് വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുകയും എതിരാളികൾക്ക് പ്രചാരണത്തിൽ മുൻതൂക്കം നേടാൻ അവസരം നൽകുകയും ചെയ്യും. മുസ്ലിം ലീഗ് നേതൃത്വം വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് പറമ്പിൽ ഖാദർ അല്ലെങ്കിൽ CP ഖാദർ എന്നിവരുടെ പിന്തുണ ഉറപ്പാക്കി കച്ചേരിപ്പടി വാർഡിൽ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ്. പാർട്ടിക്കുള്ളിലെ ഐക്യം നിലനിർത്തിയില്ലെങ്കിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിന് കനത്ത നഷ്ടമുണ്ടാകാനും സാധ്യതയുണ്ട്.